ഇവിടെ പണക്കാരായ ഒരു ഫാമിലി വർഷങ്ങളായി കുട്ടികളില്ലാത്ത വിഷമത്തിലായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവരുടെ വീടിന് മുന്നിൽ ഒരു അപ്പൂപ്പനും പേരക്കുട്ടിയും വീടില്ലാതെ റോഡിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുന്നു. ആ കുട്ടിയെ കണ്ടതോടെ വർഷങ്ങളായി കുട്ടികളില്ലാത്ത അവർക്ക് ആ പയ്യനോട് വാത്സല്യം തോന്നുന്നു. രാത്രി ഏറെ വൈകിയിട്ടും ആ പയ്യനെ കുറിച്ച് ചിന്തിച്ച് അവർക്ക് ഉറക്കം വന്നില്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ അപ്പൂപ്പനെയും കൊച്ചുമോനെയും വീട്ടിലേക്ക് വിളിച്ച് അവർ ഭക്ഷണം നൽകുന്നു. അതിനുശേഷം കൊച്ചുമോനെ ഞങ്ങൾ ദത്തെടുക്കട്ടെ എന്ന് അവർ അപ്പൂപ്പനോട് ചോദിക്കുന്നു. അത് കേട്ടതോടെ അപ്പൂപ്പന്റെ മനസ്സൊന്ന് പിടഞ്ഞു. അവരോട് എന്ത് മറുപടി പറയണമെന്ന് അയാൾക്കറിയില്ലായിരുന്നു. ഒടുവിൽ ആ പയ്യന്റെ ഭാവിയെക്കുറിച്ചോർത്ത് വളരെയധികം വിഷമമുണ്ടെങ്കിലും അതെല്ലാം ഉള്ളിലൊതുക്കി അപ്പൂപ്പൻ കൊച്ചുമകനെ അവർക്ക് നൽകുന്നു. ആ പയ്യനും തന്റെ അപ്പൂപ്പനെ പിരിയുന്നത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവൻ ഓടിച്ചെന്ന് തന്റെ അപ്പൂപ്പനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അവന്റെ പുതിയ അച്ഛനും അമ്മയും എങ്ങനെയൊക്കെയോ അവനെ സമാധാനിപ്പിച്ച് അവനെ ആശ്വസിപ്പിച്ച് ഉറക്കുന്നു. രാത്രി അവർ രണ്ടുപേരും ഉറങ്ങിയതും ആ പയ്യൻ ആ വീട്ടിലുള്ള കോസ്റ്റ്ലിയായ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് വരുന്നു. പുറത്താവട്ടെ അവനെയും കാത്ത് മുത്തച്ഛൻ നിൽപ്പുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ആ സാധനങ്ങളെല്ലാം എടുത്ത് രാത്രിക്ക് രാമായണം നാടുവിട്ടു. സത്യമെന്തെന്നാൽ ആ മുത്തച്ഛനും കൊച്ചുമോനും ഇങ്ങനെ കുട്ടികളില്ലാത്ത പണക്കാരായ ദമ്പതികളെ പറ്റിച്ച് അത് തന്നെ തൊഴിലാക്കി ജീവിക്കുന്നവരായിരുന്നു. എന്നിട്ടെന്താ, മോഷ്ടിച്ച് കിട്ടുന്ന സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് അവർ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യുകയും ചെയ്യും. നല്ല കിടുക്കാച്ചി മുത്തച്ഛനും കൊച്ചുമോനും.